ഹായ് ഫ്രണ്ട്സ്, സീമാസ് വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ കുറേ നാളായിട്ടാണ് ഗീ റൈസ് വെച്ചിട്ട്. അപ്പോൾ ഈ പ്രാവശ്യം ഈ ശനിയാഴ്ച ഞാൻ ഗീ റൈസാണ് ഉണ്ടാക്കിയത്. അപ്പോൾ ഞാൻ ഗീ റൈസ് ഇപ്പോൾ കുറച്ച് നാളായിട്ട് ഉണ്ടാക്കാറുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ മറ്റേ തമിഴ്നാട്ടിലത്തെ ഒരു ബിരിയാണി മസാല ഇട്ടിട്ടാണ് ഞാൻ വെക്കാറ് കേട്ടോ. അപ്പോൾ അത് കുറച്ച് നാൾ അടുപ്പിച്ച് കഴിച്ചപ്പോൾ പിന്നെ അത് പിള്ളേർക്ക് മടുത്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ടേസ്റ്റ് തന്നെ എപ്പോഴും എന്ന് പറഞ്ഞപ്പോൾ അപ്പോൾ പിന്നെ ഞാനെന്ത് വിചാരിച്ചു, ഈ പ്രാവശ്യം ഗീ റൈസായിട്ട് വെക്കാമെന്ന് വിചാരിച്ചു. ബിരിയാണി ആയിട്ട് വെക്കുമ്പോൾ അതിലത്തെ വെജിറ്റബിൾസ് ഒന്നും മക്കൾക്ക് താല്പര്യമില്ല. അപ്പോൾ ഗീ റൈസ് ആകുമ്പോൾ നമുക്ക് എളുപ്പം വെക്കാൻ എളുപ്പം ഒക്കെ അല്ലേ. അപ്പം ഗീ റൈസ് എടുത്തു. അപ്പോൾ ഞാൻ 3.5 കപ്പ് അരിയാണ് എടുത്തത്. അതെടുത്ത് കഴുകി വെള്ളത്തിൽ കുറച്ച് നേരം ഇട്ടു. സമയം ഉണ്ടെങ്കിലാണ് ഞാൻ 10 മിനിറ്റ് കുതിർന്ന് കിട്ടാൻ വേണ്ടിയിട്ട് ഇടുള്ളൂ. അതല്ലെങ്കിൽ ഞാൻ അങ്ങനെ തന്നെ കഴുകി എടുത്ത് വേഗം കുക്കറിലൊക്കെ ആകുമ്പോൾ ഒരു വിസിലടിച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് വെന്ത് കിട്ടില്ല അങ്ങനെ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് അപ്പോൾ അതിൻ്റെ ഇടയിൽ നമ്മൾ സബോളൊക്കെ ഇങ്ങനെ ഈ റൈസിൻ്റെ മുകളിൽ ഇങ്ങനെ വറുത്തിടില്ലേ അതിന്. അപ്പോൾ ഞാൻ സബോളൊക്കെ വറുത്തെടുത്തതിന് ശേഷം ഓർമ്മ ഓയിലിൽ നെയ്യ് ഒഴിച്ചില്ല. അപ്പോൾ ഞാൻ കുറച്ച് നെയ്യും കൂടി ആ ഓയിലിൽ ഒഴിച്ചിട്ട് പിന്നെ അണ്ടിപ്പരിപ്പ് മുന്തിരിയൊക്കെ ഇങ്ങനെ വറുത്തെടുത്തു. അപ്പോൾ പിന്നെ ബാക്കി നമുക്ക് ഇങ്ങനെ ഫസ്റ്റിൽ നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ആ ഓയിലിൽ തന്നെ വെളിച്ചെണ്ണ എന്ന് പറയുന്നത് ആ ഓയിലിൽ തന്നെ നമുക്ക് ബിരിയാണി വെക്കാൻ പറ്റും. അപ്പോൾ 2 ഓയിൽ എടുക്കണ്ട. അതായത് ഇതിപ്പോൾ നമ്മളിത് വറുത്ത് കഴിഞ്ഞു, അത് കഴിഞ്ഞിട്ട് പിന്നെ ബിരിയാണി വെക്കണമെങ്കിൽ വേറെ ഓയിൽ എടുക്കാൻ നിൽക്കണ്ട. അപ്പോൾ ആദ്യമേ ഇത് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഈ പണിയും കഴിയും അല്ലേ. അപ്പോൾ ഞാനിത് ഇത് വറുത്തെടുത്ത് നീക്കിയതിന് ശേഷം ഈ ഓയിലിൽ തന്നെയാണ് പിന്നെ റൈസ് വേവിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ ആദ്യം അത് കുക്കറിലാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ ആ ഓയിലൊഴിച്ച് അതിൽ പൊടിക്കാത്ത മസാലകളും കുറച്ച് പെരിഞ്ജീരകവും കുറച്ച് ജീരകമൊക്കെ ഇട്ടിട്ടാണ്. അതൊക്കെ ഇട്ടിട്ടൊന്ന് വഴറ്റി അത് കഴിഞ്ഞിട്ട് ഞാൻ ഗീ റൈസിൽ ഞാൻ ആദ്യം വയ്ക്കുമ്പോൾ സബോള, പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി ഒന്നും ഇടാറില്ല. പക്ഷെ ഞാൻ ഒരു പ്രാവശ്യം വെച്ച് നോക്കിയപ്പോൾ നല്ല ടേസ്റ്റ് തോന്നിയിട്ടാണ്. അപ്പോൾ ഒരു സബോള നല്ലോണം ചെറുതാക്കി അരിഞ്ഞത്, 2-3 പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞത്, ഒരു തുണ്ട് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഒന്ന് ചതച്ചത്, അതൊക്കെ ഇട്ടിട്ടൊന്ന് വഴറ്റാം. അത് വഴറ്റുന്ന സമയം കൊണ്ട് നമ്മൾ എത്ര ഗ്ലാസ് അരി എടുത്ത് ആ ഗ്ലാസിൻ്റെ ഡബിൾക്ക് ഞാൻ വെള്ളം എടുത്ത് തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അരി നമ്മൾ ഈ എണ്ണയിലിട്ടിട്ട് ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്ന് ആക്കി ഇളക്കി പിടിച്ച് വരുമ്പോൾ ആ വെള്ളം ചൂടായിട്ടുണ്ടാവും. നേരിട്ട് പച്ചവെള്ളം ഒഴിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അരി മൂരച്ച് പോകും. അപ്പം നമ്മൾ എപ്പോഴും എത്ര ഗ്ലാസ് അരി എടുത്തു അതിൻ്റെ ഡബിൾക്ക് വെള്ളം എടുത്തിട്ട് ചൂടാക്കിയിട്ട് വേണം നമ്മളിതിൽ ഒഴിക്കാൻ. അപ്പോൾ പെട്ടെന്ന് അത് വിസിലടിച്ച് കിട്ടും ചെയ്യും. അതല്ല പച്ചവെള്ളമാണോ ഒഴിച്ചെങ്കിൽ ആ വെള്ളം പിന്നെ ചൂടായിട്ട് വരുമ്പോഴേക്കും അരി അങ്ങോട്ട് മൂരച്ച് പോകും. അപ്പം ഞാൻ ചൂടുവെള്ളം അതിലൊഴിച്ച് ആവശ്യത്തിന് ഉപ്പൊക്കെ ഇട്ട് പിന്നെ അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി, ഒരു ചെറിയൊരു കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇട്ടത്. പക്ഷേ ഇട്ടത് ഇത്തിരി കൂടിപ്പോയി. അങ്ങനെ ഒരു വിസിലടിച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ ഒരു വിസിലിൻ്റെ ആവശ്യമുള്ള കേട്ടോ. എന്നിട്ട് 10 മിനിറ്റ് നേരം വെച്ച് കഴിഞ്ഞിട്ട് 10 മിനിറ്റ് കഴിഞ്ഞിട്ട് ഞാൻ തുറന്നപ്പോൾ കറക്റ്റ് പാകത്തിന് വെന്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങളെല്ലാവരും കുക്കറിൽ ചെയ്യുമ്പോൾ ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കിയോളൂ. ഒരു വിസിലടിച്ച് ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ട് തുറന്ന് നോക്കിയാൽ നല്ല പെർഫെക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. എന്നിട്ട് നമ്മളതൊന്ന് അടിയിൽ നിന്ന് മുകളിൽ നിന്നൊക്കെ ഒന്ന് ഇളക്കിയെടുക്കുക. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അടിയിലിരുന്ന് അത് ഒന്നുകൂടി വേവ് കൂടാണ്ടിരിക്കുക. എന്നിട്ട് കുറച്ച് നെയ്യും കൂടി അതിൽ ഒഴിക്കുക കേട്ടോ. കുറച്ച് നെയ്യിൽ ഒഴിച്ചിട്ട് വീണ്ടും അതിൻ്റെ മൂടി ഇട്ടിട്ട് അതിന് വിസിൽ എടുത്ത് വയ്ക്കുക. കാരണം വിസിലിട്ടാൽ അതൊന്നും കൂടി ഇരുന്ന് പുഴുകി വേവ് കൂടും, അതില്ലാണ്ടിരിക്കുക. അപ്പോൾ ആ വിസിൽ ഊരി വെച്ച് അതിൻ്റെ മുകളിൽ ആ വിസിലിൻ്റെ ഇതിൽ കൂടെ എയർ പുറത്തേക്ക് പോകുമ്പോൾ അതിൻ്റെ ഉള്ളിൽ ഇരുന്ന് വേവില്ല അങ്ങനെ. അപ്പം നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഗീ റൈസാണ് കേട്ടോ. പക്ഷെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്, നല്ല അടിപൊളിയാണ്. അപ്പം ഞാൻ കുറച്ച് മല്ലിയിലൊക്കെ ഇട്ട് നമ്മൾ സബോളൊക്കെ വറുത്തതല്ലേ അതൊക്കെ ഇട്ടിട്ട് അടിപൊളി ഗീ റൈസും ചിക്കൻ കറിയും തൈരും ഇതൊക്കെ കൂട്ടി കഴിച്ചു. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ ഒരു പ്രാവശ്യം നിങ്ങൾ ഈ രീതിയിലൊന്ന് വെച്ച് നോക്കുക കേട്ടോ. അടിപൊളിയാണ് കേട്ടോ, പെട്ടെന്ന് ഉണ്ടാക്കാം.